എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ സമൂസ ഫോൾഡ് ചെയ്യുന്നത് 9 രീതിയിൽ സമൂസ ഫോൾഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നോക്കാം. ആദ്യത്തെ മെത്തേഡ്, ആദ്യം നമ്മൾ മൈദ നല്ലപോലെ കുഴച്ച് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് നമ്മൾ പരത്തിയെടുക്കുക. എന്നിട്ട് എന്താണോ നമ്മുടെ ഫില്ലിങ് അത് അവിടെ വെച്ചിട്ട് ജസ്റ്റ് അടയുടെ ഷേപ്പിൽ മടക്കിയെടുക്കുക. എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അറ്റം നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അതൊരു ഡിസൈനായി മാറും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ഇത് ഒന്നാമത്തെ രീതി. ഇനി രണ്ടാമത്തേത്, നല്ല വലുപ്പത്തിൽ നമ്മൾ മൈദ പരത്തിയെടുക്കുക. ഈ സമൂസയുടെ കൂട്ടും അതുപോലെ തന്നെ ഈ ഡോയൊക്കെ ഉണ്ടാക്കുന്നത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മുന്നേ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഇതേപോലെ വലുതാക്കി പരത്തി 2 റെക്റ്റാങ്കിൾ ഷേപ്പിൽ 2 പീസ് എടുക്കുക. കണ്ടില്ലേ? എന്നിട്ട് ഇത് ഒരു പ്ലസിൻ്റെ ഷേപ്പിൽ വയ്ക്കുക. ഇതേപോലെ ഒരു പ്ലസിൻ്റെ ഷേപ്പിൽ വെച്ചിട്ട് അതിൻ്റെ നടുവിൽ നമ്മുടെ ഫില്ലിങ് വയ്ക്കുക. എന്നിട്ട് താഴത്തെ ഷീറ്റിൻ്റെ ഭാഗം അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. അതേപോലെ തന്നെ അതിനോട് ചേർന്ന ഭാഗവും അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. ഇനി 2 സൈഡ് ഉണ്ടല്ലോ, ഈ 2 സൈഡിൽ നമുക്ക് കുറച്ച് ലൈൻസ് കൊടുക്കണം. 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ലൈൻസ് കൊടുത്താൽ മതി. ചെറിയ ലൈൻസാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ അടുത്തടുത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 4 ഇതളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതലാക്കിയിട്ട് എടുക്കാം. ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതിൽ നിന്നും ഒരു സൈഡിൽ നിന്ന് ഒരു ഇതളെടുത്ത് ഒട്ടിച്ച് വയ്ക്കുക. പതുക്കെ കൈകൊണ്ട് അമർത്തുക. എന്നിട്ട് അടുത്ത സൈഡിൽ നിന്ന് ഒരു ഇതളെടുക്കുക. ഇങ്ങനെ മാറി മാറി ഓരോ സൈഡും മാറി മാറി ഓരോ ഇതൾ വീതം എടുത്ത് ഒട്ടിക്കുക. അപ്പോൾ കുറേ ചെറുതാക്കി മുറിച്ചാൽ ഒന്നുകൂടെ ഭംഗിയിൽ നമുക്ക് കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇങ്ങനെ മാറി മാറി ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിൽ നിന്ന് ഇങ്ങനെ ചെയ്താൽ രണ്ടാമത്തെ രീതിയായി. ഇനി മൂന്നാമത്തത്, അതും മൈദ നല്ല വലുതാക്കി പരത്തിയെടുക്കുക. എന്നിട്ട് അതിൽ നിന്നും ഒരു ചതുരാകൃതിയിൽ മുറിച്ചെടുക്കുക. അതിൻ്റെ ഒരു പകുതി ഭാഗം നമ്മളിങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കുക. പകുതി ഭാഗം ഇങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞിട്ട് സൈഡിൽ കുറച്ച് നീളത്തിൽ നമ്മുടെ മസാല വെച്ച് കൊടുക്കുക. ഇത് കുറച്ചൊരു വലുതാക്കി പരത്തണം കേട്ടോ. പറ്റി ചെറുതായാലും നമുക്ക് ശരിയാവില്ല. കുറച്ച് വലുതാക്കി തന്നെ പരത്തണം. എന്നിട്ട് പതുക്കെ ഇതിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ റോൾ ചെയ്യുക. എന്നിട്ടത് പതുക്കെ റൗണ്ടാക്കി എടുക്കുക. ഒരു ഡോനറ്റിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ വരും. എന്നിട്ട് ഇതിൻ്റെ അറ്റം പതുക്കെ സീൽ ചെയ്യുക. വളരെ സൂക്ഷിച്ച് സീൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മറ്റൊരു രീതിയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇനി വീണ്ടും നമ്മൾ ഒരു നീളത്തിലുള്ള 2 പീസ് മുറിച്ചെടുക്കുക, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ. എന്നിട്ട് അത് പ്ലസ് ആകൃതിയിൽ വയ്ക്കാം. നേരത്തെ ചെയ്തതിൽ നിന്നും കുറച്ച് വ്യത്യാസത്തിലുള്ളൊരു ഡിസൈനാണിത്. ഇതിലും നടുവിൽ സെൻറ്ററിൽ നമ്മുടെ കൂട്ട് വെച്ച് കൊടുക്കുക. താഴത്തെ ലെയറിൻ്റെ ഒരു പീസ് മുകളിലേക്ക് വയ്ക്കുക. എന്നിട്ട് അടുത്ത പീസും വയ്ക്കാം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ കത്തി കൊണ്ട് വരഞ്ഞെടുക്കുക. പക്ഷെ ഇവിടെ മെത്തേഡ് വ്യത്യാസമുണ്ട് കേട്ടോ. ഒട്ടിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കിങ്ങനെ ചെറുതാക്കിയും വരഞ്ഞെടുക്കാം. ഇനി ചെയ്യേണ്ടത് ഇടവിട്ടുള്ള ഓരോ ഇതൾ ഒട്ടിച്ചെടുക്കുക. ഇതുണ്ടല്ലേ? ഇനി മൂന്നാമത്തത്. അത് കഴിഞ്ഞിട്ട് 4 വേണ്ട 5. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ഇതൾ വെച്ച് കൊടുക്കുക. അതൊന്ന് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുന്നോട്ട് വെച്ചതിനെ പിന്നോട്ട് വയ്ക്കുക.
എന്നിട്ട് അപ്പുറത്തുള്ള അടുത്ത സെറ്റ് മുന്നോട്ട് വയ്ക്കുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. ഇവിടുന്ന് ഇതൾ വയ്ക്കുക, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക, നമ്മൾ വെച്ചതിനെ തിരിച്ച് വയ്ക്കുക, എന്നിട്ട് അടുത്ത സെറ്റ് മുന്നോട്ട് വയ്ക്കുക, മറ്റേ സൈഡിൽ നിന്നും ഒന്ന് വയ്ക്കുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ അത് മൊത്തത്തിൽ ചെയ്ത് കഴിയുമ്പം ഒരു മാറ്റ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ഒരു പായ പോലെ നമുക്ക് ഒരു എഫക്റ്റ് കിട്ടും. ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ നല്ല രസമായിരിക്കും. സാധാരണ സമൂസ തന്നെയാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഇതൊരു ഭംഗിയായിരിക്കും ഇങ്ങനെ ചെയ്താൽ. കണ്ടില്ലേ? അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇത് മൊത്തം നോക്കുമ്പോൾ നമുക്ക് ഒരു പായ മെടഞ്ഞ പോലെയുള്ളൊരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു രീതി. ഇനി അടുത്ത ഒരു രീതി, അതിന് വേണ്ടിയിട്ട് നമ്മൾ മാവ് ഇതുപോലെ കുറച്ച് നീളത്തിൽ പരത്തിയെടുക്കുക. എന്നിട്ട് അതിലൊരു ട്രയാങ്കിൾ ഷേപ്പ് വരച്ചെടുക്കുക. എന്നിട്ട് ട്രയാങ്കിളിൻ്റെ ആ മുകളിലത്തെ കൂർത്ത ഭാഗമില്ലേ, അതിനോട് ചേർന്ന് വെറുതെ ഇങ്ങനെ ഉണ്ടല്ലേ ഒരു ഷേപ്പ്, ഇത്ര മതി. ആ താഴെ ലൈൻ കൊടുക്കണ്ട, ഇത്ര കൊടുത്താൽ മതി. ഒരു ലൈൻ കൊടുക്കുക, ഇങ്ങനെ ഒരു വി പോലെ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് താഴെ നമ്മുടെ കൂട്ട് വെച്ച് കൊടുക്കുക. ഇതൊരു ചെറിയ ഡിസൈനാണ്. എന്നിട്ട് അത് പതുക്കെ മടക്കിയെടുക്കുക. കണ്ടില്ലേ? എന്നിട്ട് ആ സൈഡൊന്ന് മസാല പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഒന്ന് സീൽ ചെയ്ത് കൊടുത്താൽ മതി. ഇത് മറ്റൊരു ഡിസൈന്. ഇനി വേറെ ഒന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മൈദ റൗണ്ടിൽ പരത്തുക. എന്നിട്ട് മസാല വെച്ചിട്ട് കണ്ടില്ലേ, സാരിയൊക്കെ ഞൊറിഞ്ഞെടുക്കുന്നത് പോലെ നമ്മൾ പതുക്കെ ഇങ്ങനെ ഞൊറിഞ്ഞെടുക്കുക. ഇത് നമുക്ക് ഒരു എന്താ പറയുക, കിഴിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ ഞൊറിഞ്ഞെടുത്ത് പതുക്കെ അതിൻ്റെ സെൻറ്റർ പിടിച്ചൊന്ന് സീൽ ചെയ്താൽ മതി. അപ്പം നമുക്കിതൊരു പണക്കിഴിയുടെ ഷേപ്പിൽ നമുക്ക് കിട്ടും. കണ്ടില്ലേ? ഇതേ രീതിയിൽ വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ. ഇനി ഇങ്ങനെ റൗണ്ടിൽ പരത്തിയിട്ട് കറക്റ്റ് സെൻറ്ററിലായിട്ട് രണ്ടെണ്ണാക്കി മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതാ ഈ എന്താ പറയുക, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗം ചേർത്ത് ഒട്ടിക്കുക. നമ്മൾ സാധാരണ സമൂസ ചെയ്യുന്ന മാതിരി തന്നെ, പക്ഷേ സൈഡ് വ്യത്യാസമുണ്ട്. അത് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് നിറയ്ക്കുക. ഫില്ലിങ് നിറച്ചിട്ട് അതിൻ്റെ അറ്റം വെറുതെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒട്ടിച്ചു കൊടുക്കുക, മടക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിട്ടത് വരും. ഫോർക്കിൻ്റെ ആ ഡിസൈൻ നല്ല ഒരു ഭംഗിയാണ്. കണ്ടില്ലേ? ഇനി മറ്റേ ഹാഫ് കൊണ്ട് ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം ഒരു സൈഡ് മടക്കിയെടുക്കുക, അതുപോലെ കൂട്ട് നിറയ്ക്കുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ആദ്യം ഒന്ന് അമർത്തി കൊടുക്കുക. അതിനുശേഷം കൈ വെച്ച് പതുക്കെ ഇങ്ങനെ നീട്ടുക, പ്രസ് ചെയ്യുക, കുറച്ച് നീട്ടുക, പ്രസ് ചെയ്യുക. അങ്ങനെ അത് മറ്റൊരു ഡിസൈന്. കഴിഞ്ഞു. ഇനി ഇതേപോലെ റൗണ്ടിൽ പരത്തിയിട്ട് അടയുടെ ഷേപ്പിൽ നമ്മൾ മടക്കിയെടുക്കുക. എന്നിട്ട് കത്തി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. ഇനി ആ ഓരോ മുറിവ് പോലെയുള്ളില്ലേ, അതിൻ്റെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കത്തി കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ? ആ ഒരു ജോയിൻറ്റ് മാത്രം ഒന്നിങ്ങനെ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ
ഇതേ രീതിയിൽ എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ ഇത് മറ്റൊരു ഡിസൈനായി. അപ്പം ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് സമൂസയുടെ 9 തരത്തിലുള്ള ഡിസൈനാണ്. സമൂസയുടെ റെസിപ്പി മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.